കാസർഗോഡ് പനത്തടി അച്ചാംപാറ വാഴക്കോൽ കോളനിയിലെ ആദിവാസി കുടുംബങ്ങൾ കൂട്ടത്തോടെ കുടിയിറങ്ങുന്നതിൽ ഇടപെട്ട് വനംവകുപ്പ്. ഇവർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യമായ വനപാതയ്ക്ക് അനുമതി നൽകുമെന്ന് കാസർഗോഡ് DFO K അഷ്റഫ് 24-നോട് പറഞ്ഞു. 24 വാർത്തയെ തുടർന്നാണ് ഇടപെടൽ. വനത്തിന് നടുവിലുള്ള ഈ ദുർഘടമായ വഴിയിലൂടെയാണ് 2 കിലോമീറ്റർ താണ്ടി ആശുപത്രിയിലേക്കും അതോടൊപ്പം കുട്ടികൾ സ്കൂളിലേക്കും പോകുന്നത്. 50 സെന്റ് സ്ഥലമുണ്ട്. വെള്ളമില്ലായിരുന്നു, വഴിക്ക് ബുദ്ധിമുട്ട്. എല്ലാവരും ഡിഗ്രി കഴിഞ്ഞ് വീട്ടിൽ തന്നെയായി. പിന്നെ അതിലെല്ലാം പഠിക്കുന്നുണ്ട്. 4 ഡിഗ്രി കഴിഞ്ഞിട്ട് പതിറ്റാണ്ടുകൾ കാത്ത മണ്ണുപേക്ഷിച്ച് കാടിറങ്ങിയവർ, കുടിയിറക്കത്തിനായി ഒരുങ്ങിയ കുടുംബങ്ങൾ, അച്ചാംപാറ വാഴക്കോൽ കോളനിയിലെ മനുഷ്യരുടെ ജീവിതം അങ്ങനെയായിരുന്നു. മരണവേദനയിലും ആശുപത്രിയിലെത്താൻ മാർഗമില്ലാതെ ഒറ്റപ്പെട്ടു പോയവരുടെ വേദന 24 റിപ്പോർട്ട് ചെയ്തു. പിന്നാലെ വനം വകുപ്പിന്റെ ഇടപെടൽ. DFOയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം സ്ഥലം സന്ദർശിച്ചു. വനത്തിനുള്ളിലെ പാതാ നിർമ്മാണത്തിനായുള്ള അനുമതി തടസ്സം നീങ്ങും. ഇന്നലെ നമ്മൾ വനവകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ട് ഞാൻ അവിടെ പോയി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു വാർത്ത വന്നതിന് ശേഷം. അപ്പോൾ ഏകദേശം 1 കിലോമീറ്ററും 200 മീറ്ററുമാണ് ആ കോളനിയിലോട്ടുള്ള വനത്തിലൂടെയുള്ള ദൂരം വരുന്നത്. 20ഓളം ഫാമിലികൾ അവിടെ ഒറ്റപ്പെട്ട് താമസിക്കുന്നതിന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ റോഡ് ഒരു പഴക്കം നോക്കിയിട്ട് അതിനെ സാധ്യമാകുന്ന രൂപത്തിൽ ഗതാഗത യോഗ്യമാക്കാനുള്ള ഒരു പ്രഥമ പരിഗണന വനവകുപ്പ് കൊടുക്കുന്നതാണ്. റോഡിനായി സർക്കാർ ഫണ്ട് ലഭ്യമായാൽ മണ്ണുപേക്ഷിച്ച് കോളനിയിലെ മനുഷ്യർക്ക് കാടിറങ്ങേണ്ടി വരില്ല. മഴക്കാലത്തും നേരിടുന്ന കുടിവെള്ളക്ഷാമത്തിനും ഒരു പരിധിവരെ പരിഹാരമാകും. അരുൺ പൂപ്പറമ്പ, 24 കാസർഗോഡ്.